പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുനാഥൻ കുർബാന സ്ഥാപിക്കുന്നുണ്ടല്ലേ? പെസഹ ഒരുക്കി കുർബാന സ്ഥാപിച്ച് യൂദാസിനെ, ഒറ്റുകാരനായ യൂദാസിന് യേശുനാഥൻ ശരീരം കൊടുക്കുകയും വീണ്ടും യേശുനാഥൻ കുർബാന സമർപ്പിക്കുന്നുണ്ട്. രണ്ട് ശിഷ്യന്മാർ ജെറുസലേം വിട്ട് എമാവുസിലേക്ക് പോകുകയും അവരുടെ കൂടെ യേശുനാഥൻ കൂടി സംസാരിച്ചു കൊണ്ട് പോവുകയാണ്. യേശുവാണെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ഭവനത്തിൽ കയറി അവൻ അപ്പം എടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. ഇത് കുർബാനയാണ്. യേശുനാഥൻ്റെ ബലിയ അർപ്പണം നമ്മളെല്ലാവരും പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നുണ്ട്. അവൻ്റെ ശരീരമായ അപ്പം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വചനം ലൂക്കയുടെ സുവിശേഷം 24-ാം അധ്യായം 30, 31, 32 തിരുവചനം. വചനം ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അടുത്ത വചനം, അവർ ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു, പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരുന്നു. അവനവിടെ പോയി യേശു അവരെ ഹൃദയത്തിലേക്ക് കയറി. ഇതാണ് ഓരോ കുർബാനയിലും യേശുനാഥൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി യേശുനാഥൻ വസിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. എത്ര ശക്തിയാണ് യേശുനാഥൻ അർപ്പിച്ചത്. 32-ാം വാക്യം, അവർ പരസ്പരം പറഞ്ഞ് വഴിയിൽ വെച്ച് അവൻ സംസാരിച്ചിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശുനാഥൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുമ്പോൾ കുർബാനയിലൂടെ നമ്മുടെ രക്തം തിളയ്ക്കണം. യേശുനാഥൻ അവരകത്തേക്ക് കയറി. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രാർത്ഥിക്കാം. യേശുവേ, നിന്റെ ശരീരവും രക്തവും ഞങ്ങളുടെ നാവിൽ വരുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വസിക്കണമേ എന്ന് യേശുവിനപ്പനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും ആമേൻ.